ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ജയപാലൻ്റെ യഥാർത്ഥ മുഖം ശാരദയ്ക്കും മക്കൾക്കും എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ്. കാവേരിയായിരുന്നു ശരിയെന്ന് നമ്മുടെ ശാരദയും മനസ്സിലാക്കുകയാണ് കേട്ടോ. പക്ഷേ എന്തൊക്കെ ചതികളാണ് അയാൾ തൻ്റെ അരവിന്ദേട്ടനോട് ചെയ്തിരിക്കുന്നതെന്ന് മാത്രം ശാരദയ്ക്കും അറിയത്തില്ല. അപ്പം കാവേരിക്ക് എങ്ങനെയെങ്കിലും അച്ഛൻ്റെ ആ തോട്ടത്തെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണമെന്ന് ബോധ്യപ്പെടുകയാണ്. കാരണം അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന നാരായണനേട്ടൻ വന്നപ്പോൾ സകല കാര്യങ്ങളും പറഞ്ഞതാ. കാശ് കൊടുത്തിട്ടുണ്ടെന്നും അത് രജിസ്റ്റർ ചെയ്യാൻ പോകുമായിരുന്നു എന്നും അരവിന്ദൻ തന്നെ അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങൾ കാവേരിക്ക് അറിയാലോ. അപ്പോൾ കാവേരി ഇതെങ്ങനെ കണ്ടെത്തും? ജയപാലൻ്റെ എതിരായിട്ടുള്ള തെളിവുകൾ തൻ്റെ മുന്നിൽ എത്തിയാൽ മാത്രമേ അയാളെ പൂട്ടാൻ സാധിക്കൂ എന്ന് കാവേരിക്കും ബോധ്യപ്പെടാം. അപ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ നിവിനെയും കൂട്ടിക്കൊണ്ട് ജയപാലൻ ഒരു തോട്ടം കാണിക്കാനായിട്ട് പോകുന്നത്. ആ തോട്ടത്തിൽ ഒരു വീട് വെക്കാൻ പോവുകയാണെന്നും അത് അയാളുടെ സ്വപ്നമാണെന്നും ഒക്കെ നിവിനോട് അയാൾ പറയണം. അപ്പോൾ ഇതേ തോട്ടത്തിൻ്റെ കാര്യമല്ലേ കാവേരി തന്നോട് പറഞ്ഞതെന്ന ഒരു ചോദ്യം നമ്മുടെ നിവിൻ്റെ മനസ്സിലുണ്ടാവുകയാണ്. തൻ്റെ അച്ഛനെ പറ്റിച്ച് അയാൾ തോട്ടം കൈക്കലാക്കിയതാണ് എന്നുള്ള കാര്യം നിവിനോട് നമ്മുടെ കാവേരി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെന്തെങ്കിലും ഒരു സൂചന കിട്ടുവാണെങ്കിൽ തന്നെ അറിയിക്കണമെന്നും നിവിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പം ജയപാലൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് മനസ്സിലാക്കിയ നിവിന് ഇപ്പം ജയപാലന് ഒട്ടും താല്പര്യമില്ല കേട്ടോ. എങ്കിൽ പോലും നിവിനെ തൻ്റെ കൈക്കിൽ തന്നെ പിടിച്ചു നിർത്താൻ ജയപാലൻ ശ്രമിക്കുന്നുണ്ട്. വേറൊന്നിനും വേണ്ടിയല്ല, തൻ്റെ മകൾ രാഗിണിയെ നിവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അതാണ് അയാളുടെ ലക്ഷ്യം. അതുകൊണ്ട് മാത്രമാണ് അയാൾ നിവിൻ തന്നെ എത്രയൊക്കെ എതിർത്തിട്ടും നിവിനെ ചേർത്ത് പിടിക്കുന്നത്. അപ്പം ആ തോട്ടം എല്ലാം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ നിവിന് സംശയം തോന്നുക, ഇത് അരവിന്ദനങ്ങൾ മേടിച്ച തോട്ടം തന്നെയാണ്, ഇയാളുടെ പേരിൽ അത് രജിസ്റ്റർ ചെയ്തതാണ്. അപ്പം അതിനെപ്പറ്റി അറിയാനായിട്ട് നിവിനാണ് ഒന്നും അറിയാത്ത പോലെ ചോദിക്കും, അല്ലെങ്കിൽ ഈ തോട്ടം മേടിച്ചിട്ട് ഇപ്പം ഒരുപാടായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് ഞാൻ അടുത്തിടെ മേടിച്ചതാ, ഇതിൻ്റെ രജിസ്ട്രേഷൻ എൻ്റെ പേരിൽ ഈ ഇടയാണ് കഴിഞ്ഞ് കിട്ടിയത് എന്ന് പറയാം. ശരി എന്നാ. അല്ല അങ്കിളിന് ഇവിടെ വീടെന്തിനാ വെക്കുന്നത്? ഓൾറെഡി ഒരു വീടുണ്ടല്ലോ എന്ന് നിവിൻ വീണ്ടും ചോദിക്കും. എൻ്റെ സ്വപ്നമാ. എടാ, ഈ തോട്ടത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്താണെന്നറിയാവോ? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പുഷ്പവാടി മുഴുവനും കാണാം. ഇതിൻ്റെ മുകളിൽ ഒരു വീട് വെച്ച് കഴിഞ്ഞാലേ ഇവിടെ ഇരുന്ന ഈ നാട്ടുകാർ മുഴുവനും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതല്ല, എല്ലാ വ്യൂവും ഒത്തിണങ്ങിയൊരു സ്ഥലമാണ് ഇത്. പിന്നീട് ഇത് വേണേൽ റിസോർട്ടും ആക്കാലോ. എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. എൻ്റെ മകൾ രാഗിണിയെ കല്യാണം കഴിക്കുന്ന ചെറുക്കന് ഞാൻ സ്ത്രീധനമായിട്ട് കൊടുക്കാനിരിക്കുന്നതാ ഈ തോട്ടം എന്ന് പറയാം. എന്നാൽ ശരി അങ്കളെ, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിവിൻ അവിടുന്ന് പോവാണ് കേട്ടോ. എന്നിട്ട് നേരെ കാവേരിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. കാവേരി, തന്നോട് ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വിളിച്ചത്. ആ ജയപാലൻ എൻ്റെ അമ്മാവനുണ്ടല്ലോ, അയാളിപ്പോൾ ഒരു തോട്ടം മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ അടുത്തിടെ കഴിഞ്ഞെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. അവിടെ അയാൾ ഒരു വീട് വെക്കാനായിട്ടാണ് പ്ലാനൊക്കെ നടത്തുന്നത്. അതിൻ്റെ തറക്കല്ലിടലും ഉടനെ തന്നെ കാണും. എന്താ നിവിൻ, തനിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് അപ്പോൾ കാവേരി ചോദിക്കും. തൻ്റെ അച്ഛൻ മേടിക്കാൻ ആഗ്രഹിച്ച തോട്ടമാണെന്നും പറഞ്ഞ് താൻ എന്നെ ഒരിക്കലും ഒന്ന് കാണിച്ചു തന്നിരുന്നില്ലേ, അതേ തോട്ടമാണ് അയാൾ രജിസ്ട്രേഷൻ കഴിഞ്ഞെന്നും പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തിയതെന്ന് പറയാം. അത് കേൾക്കുമ്പം കാവേരിക്ക് ഒരുപാട് സങ്കടം തോന്നുവാണ്. നിവിന് എന്നെ ഒന്നുകൊണ്ട് കാണിക്കാവോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജയപാലനൊക്കെ അവിടുന്ന് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാവേരിയും കൂട്ടിക്കൊണ്ട് നിവിൻ അവിടേക്ക് ചെല്ലുക. ഈ തോട്ടവാ ജയപാലൻ അങ്കിൾ മേടിച്ചു എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തിയതെന്ന് പറയാം. ഇല്ല നിവിനെ, ഇത് എൻ്റെ അച്ഛൻ മേടിച്ചതാ, എൻ്റെ അച്ഛൻ്റെ വിയർപ്പാ, അച്ഛൻ കഷ്ടപ്പെട്ട് മേടിക്കാനിരുന്ന തോട്ടവാ ഇത്. അന്ന് അച്ഛൻ്റെ പരിചയത്തിൽ ഒരാൾ വന്നെന്ന് പറഞ്ഞില്ലേ ഞാൻ വീട്ടിൽ, അദ്ദേഹവും പറഞ്ഞത് തോട്ടം മേടിക്കാനുള്ള മുഴുവനും പൈസയും 3-4 വർഷങ്ങളായിട്ട് അച്ഛൻ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നാ. അങ്ങനെയാണെങ്കിൽ ഇതും അയാൾ അച്ഛനെ പറ്റിച്ച് കൈക്കലാക്കിയതാ. എൻ്റെ അച്ഛൻ്റെ കഷ്ടപ്പാടും വിയർപ്പുവാ ഈ മണ്ണ്. അത് മുഴുവനും കൈക്കലാക്കിയിട്ട് അയാൾ സമാധാനത്തോടെ ജീവിക്കുന്നത് കണ്ടോ? ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇതിന് തെളിവുകൾ വേണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കാവേരി ഇങ്ങനെ സങ്കടപ്പെട്ട് വേദനിച്ച് നിൽക്കുന്നതൊക്കെ ജയപാലൻ്റെ തോട്ടത്തിലെ സ്ഥിരം പണിക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹം കാണുകയാണ്. അപ്പോൾ അദ്ദേഹം അടുത്തേക്ക് വരിക. എന്താ മോൾ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കുക. ചേട്ടൻ അറിഞ്ഞോ, ഇതെൻ്റെ അച്ഛൻ മേടിച്ച തോട്ടമാണ്, ഇതും ആ ദുഷ്ടം കൈക്കലാക്കി വെച്ചിരിക്കുക എന്ന് പറയാം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജയപാലൻ അയാൾ അത്ര നല്ല മനുഷ്യനൊന്നുമല്ല. അരവിന്ദന് കണ്ണുമടിച്ച് വിശ്വാസമായിരുന്നു ജയപാലനെ. പക്ഷേ എനിക്കും തോന്നുന്നത് അരവിന്ദേട്ടനെ പറ്റിച്ചതാകാനാ സാധ്യത. മോള് ഇതിനുള്ള തെളിവുകളില്ലാതെ അയാളുടെ മുന്നിൽ പോയി പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഈ നാട്ടിലെ പോലീസും നിയമവും ഒക്കെ അയാൾക്ക് അനുകൂലമായിട്ട് നിൽക്കോളൂ എന്നൊരു സൂചന ആ തോട്ടത്തിൽ പണി ചെയ്യുന്ന ചേട്ടൻ കൊടുക്കുകയാണ് കേട്ടോ. അതുകൂടി കേട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തകർന്ന് നിൽക്കുകയാണ് നമ്മുടെ
കാവേരി. അപ്പം കാവേരിയുടെ ആ തകർന്ന അവസ്ഥ കാണുന്ന നിവിന് ഒരുപാട് സങ്കടം വരിക. താനിങ്ങനെ കരയാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് കാവേരിയും കൂട്ടിക്കൊണ്ട് നിവിൻ അവിടുന്ന് പോവാ. എന്ത് ചെയ്യാൻ കഴിയും നിവിനെ? തെളിവ് വേണമല്ലോ. എൻ്റെ അച്ഛൻ ആ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അയാൾ ഒരു ഉളുപ്പുമില്ലാതെ താൻ എൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനായിട്ട് തകർത്തത് അയാളാ. എൻ്റെ അച്ഛൻ പെട്ടെന്ന് മരിക്കാൻ കാരണം ആ ദുഷ്ടനാ എന്ന് പറയണം കേട്ടോ. അപ്പം നിവിൻ പറയും, ഇതിൻ്റെ മുതലാളി ആരായിരുന്നു എന്നറിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഞാനത് എങ്ങനെ മനസ്സിലാക്കിയെടുക്കും എന്ന് കാവേരി അപ്പം ചോദിക്കാം. ഞാൻ എങ്ങനെയെങ്കിലും സൂത്രത്തിൽ ആ ജയപാലൻ്റെ കയ്യിൽ നിന്നും ഇതിൻ്റെ ഉടമസ്ഥൻ ആരായിരുന്നെന്നും മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കാം. ഇതിനിടയിൽ കിടന്ന് എങ്ങനെയാണ് ജയപാലൻ കളിച്ചതെന്ന് അങ്ങനെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം കേട്ടോ. അങ്ങനെ നിവിനാണെങ്കിൽ ജയപാലൻ്റെ അടുത്ത് നിന്നും ഒരു വിധത്തിൽ ആരുടെ കയ്യിൽ നിന്നാണ് ആ തോട്ടം മേടിച്ചതെന്നുള്ള രഹസ്യം മനസ്സിലാക്കി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാവേരിയും കൂട്ടിക്കൊണ്ട് ആ തോട്ടത്തിൻ്റെ പഴയ മുതലാളിയുടെ അടുത്തേക്ക് പോവുക. അന്ന് അയാളോട് പറയും, ഞാൻ ജയപാലൻ എന്ന് പറഞ്ഞ ആളുടെ അനന്തരവന എന്നും പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും കാവേരി ചോദിക്കും, ആ ദുഷ്ടൻ്റെ പേരും പറഞ്ഞ് നമ്മൾ എന്തിനാ പരിചയപ്പെടുത്തിയത് എന്ന് ചോദിക്കാം. എടോ, അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പം തന്നെ അമ്മാവൻ അറിയും. അനന്തരവൻ വന്നു എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് സംശയം തോന്നില്ല. കൂടുതൽ കാര്യങ്ങളൊന്നും ഇയാൾ അമ്മാവനെ വിളിച്ച് അറിയിക്കുകയും ചെയ്യില്ല. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാം. അല്ല, നിങ്ങൾ എന്തിനാ എന്നെ കാണാനായിട്ട് വന്നത്? തോട്ടത്തിൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടന്നതാണല്ലോ. അല്ല ചേട്ടാ, ഞങ്ങൾക്കൊരു സംശയം. ഒരു അരവിന്ദൻ എന്ന് പറഞ്ഞ ആളല്ലേ ഈ തോട്ടം മേടിക്കാനായിട്ട് കാശൊക്കെ അയച്ച് തന്നിരുന്നത്? അപ്പം അദ്ദേഹം പറയും, അല്ല നിങ്ങൾ എന്തിനാ ഇതൊക്കെ അറിയുന്നേ എന്ന് ചോദിക്കാണ് കേട്ടോ. പെട്ടെന്ന് കാവേരി ആ മനുഷ്യൻ്റെ മുന്നിൽ നിന്ന് കരയുവാണേ. മോൾ എന്തിനാ എൻ്റെ മുന്നിൽ എങ്ങനെ കരയണേ? എൻ്റെ അച്ഛനാ അരവിന്ദൻ. എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ കാശ് തന്നിരുന്നു. പ്ലീസ് ദയവ് ചെയ്തൊന്ന് പറയണം. ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനും അയാൾ ചതിച്ചോണ്ടിരിക്കുക എന്നും പറഞ്ഞ് കാവേരി ആ മനുഷ്യൻ്റെ കാല് പിടിക്കാനായിട്ട് തുനി കേട്ടോ. അപ്പോഴത്തേക്കും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണേ. പെട്ടെന്ന് പറയും, മോളെ അങ്ങനൊന്നും ചെയ്യല്ലേ. അരവിന്ദൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയാ ഈ തോട്ടം മേടിച്ചതെന്നാണ് ആ ജയപാലൻ പറഞ്ഞത്. അരവിന്ദനാ എനിക്ക് കാശുകളൊക്കെ അയച്ചു തന്നത്. അരവിന്ദൻ്റെ സ്വപ്നമായിരുന്നു ഈ തോട്ടം മേടിക്കുന്നതെന്ന് എപ്പോഴും പറയും. എല്ലാ മാസവും കറക്റ്റായിട്ട് കാശ് കുറേശ്ശെ അയച്ചു തന്ന മുഴുവൻ പൈസയും എനിക്ക് തന്നു തീർത്തത് എന്ന് പറയാം. അപ്പം നിവിൻ ചോദിക്കും, അരവിന്ദനങ്ങൾ മേടിച്ച തോട്ടമാണെങ്കിൽ പിന്നെ ഇതെങ്ങനെയാ ജയപാലൻ്റെ പേര് രജിസ്റ്റർ ചെയ്തു എന്ന് പറയണ. അത് പിന്നെ ജയപാലനാ എല്ലാ കാര്യങ്ങളും ഞങ്ങളുമായിട്ട് ഡീല് ചെയ്തുകൊണ്ടിരുന്നത്. അരവിന്ദനെ ഞാൻ ഒരു തവണ മറ്റോ കണ്ടിട്ടുള്ളൂ. കാശിൻ്റെ കാര്യങ്ങളും എല്ലാം ജയപാലനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജയപാലൻ എന്തു പറഞ്ഞാലും അതുപോലെ ചെയ്തോളൂ എന്ന് അരവിന്ദനും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇക്കാര്യത്തിൽ ഞാൻ സംശയിച്ചൊന്നുമില്ല. ജയപാലൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും കരുതി. ഒരിക്കൽ ജയപാലൻ ഇവിടെ വന്നിരുന്നു. അരവിന്ദൻ മരിച്ച കാര്യമൊന്നും ഞാനിട്ട് അറിഞ്ഞതുമില്ല. ഫറ്റോണിയാണ് ഇത് അരവിന്ദൻ ഒപ്പിട്ട് തന്നതാ. ഇതിൻ്റെ പവറിൽ തൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തന്നാൽ മതി. അരവിന്ദൻ വന്നു കഴിയുമ്പം അരവിന്ദൻ്റെ പേരിലേക്ക് ഞാനിത് മാറ്റിക്കോളാം എന്നൊക്കെ എന്നോട് ജയപാലൻ വന്ന് പറഞ്ഞു. അരവിന്ദൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജയപാലൻ എന്തു പറഞ്ഞാലും അതുപോലെ ചെയ്തോളാം. അതുകൊണ്ട് തന്നെ അയാളെ ഞാൻ കണ്ണും പൂട്ടി വിശ്വസിച്ചു. അങ്ങനെ ഇപ്പം ആ ജയപാലൻ്റെ പേരിലാണ് ഈ തോട്ടത്തിൻ്റെ പവർ ഓഫ് ഫറ്റോണി എഴുതി കൊടുത്തിരിക്കുന്നത് എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പം കാവേരിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഇത്രയൊക്കെ ചതി ഇതിനിടെ സംഭവിച്ചോ? കണ്ടോ നിവിനെ, തൻ്റെ അങ്കിള് എന്തൊക്കെ നെറുകേടുകളാണ് ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്തിരിക്കുന്നത്. മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ പേരിൽ പവർ ഓഫ് പറ്റോണി എങ്ങനെ അയാൾ എഴുതിയെടുത്തു? എൻ്റെ അച്ഛൻ്റെ ഒപ്പ് എങ്ങനെ അയാൾക്ക് കിട്ടി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ആ ഒപ്പ് അരവിന്ദൻ ഒപ്പിട്ട് കൊടുത്തത് തന്നെയാണ്. അത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് എന്ന് ആ തോട്ടത്തിൻ്റെ മുതലാളി പറയാം. ഇതിൻ്റെ പിന്നിൽ ഇത്ര വലിയ ചതി ഉണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല കുട്ടി. എനിക്കിതിൽ ഇനിയിപ്പം ഒന്നും ചെയ്യാനില്ല എന്ന് പറയുകയാണേ. എന്നിട്ട് അയാൾ അകത്തേക്ക് കയറി പോവാണ്. കാവേരി ആകെ തകർന്നു പോവാ. എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നൊന്നും കാവേരിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും അച്ഛൻ മേടിച്ച ഈ തോട്ടത്തിനുള്ള തെളിവുകളെല്ലാം തൻ്റെ കൈക്കലാക്കണം. അതുപോലെ തന്നെ പവർ ഓഫ് പറ്റോണി തിരിച്ചെഴുതി മേടിക്കണം എന്നൊക്കെ കാവേരി തീരുമാനിക്കുകയാണ്. തനിക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്ത് കൂടെ ഉണ്ടാകുമെന്ന് നിവിനും കാവേരിക്ക് ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പം ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന കാവേരി കാണുമ്പം ശാരദ ചോദിക്കുന്നുണ്ട്, നിനക്കിത് എന്തു പറ്റി? നീ ഇത് എവിടെ പോയതായിരുന്നു? വന്നപ്പോൾ തൊട്ട് മുഖം കയറ്റി വെച്ചത് എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുക. ഒന്നുമില്ല അമ്മേ എന്ന് പറയട്ടോ. അപ്പം ഗംഗയും യമുനയും കൂടി അടുത്തേക്ക് ചെല്ലും. എന്താടി പ്രശ്നം? എന്തുണ്ടെങ്കിലും നീ മനസ്സിൽ വെക്കാതെ പറയുക എന്ന് ഗംഗ നിർബന്ധിക്കുമ്പോൾ, ചേച്ചി ആ ജയപാലൻ അയാൾ നമ്മളെ വീണ്ടും ചതിക്കുമായിരുന്നു ചേച്ചി എന്ന് പറയും. എന്താ ഉണ്ടായത്? അച്ഛൻ ആ തോട്ടം നമ്മളെ കൊണ്ട് കാണിച്ചില്ലേ, അത് മേടിക്കാനുള്ള മുഴുവൻ പണവും അച്ഛൻ അടച്ചതാ. അച്ഛൻ്റെ പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം ആ ജയപാലൻ അയാളുടെ പേരിൽ അത് രജിസ്റ്റർ ചെയ്തേക്കുക. അയാളുടെ പേരിലാ ചേച്ചി അതിൻ്റെ പവർ ഓഫ് പറ്റോണി. നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് അപ്പം ഗംഗ ചോദിക്കും.
അത് ചേച്ചി, അതൊക്കെ എനിക്ക് അറിഞ്ഞു. ആ തോട്ടത്തിൻ്റെ പഴയ ഉടമസ്ഥനെ ഞാൻ പരിചയപ്പെട്ടു. അയാൾ വഴി ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞതാ. പക്ഷെ തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. നമ്മളിത് പോയി പരാതിപ്പെട്ടാലും പോലീസുകാരും അയാളുടെ ഒപ്പം നിൽക്കുള്ളൂ എന്നും പറഞ്ഞ് കാവേരി ആകെ സങ്കടപ്പെടുകയാണ്. ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പം ശാരദയ്ക്ക് നല്ല ദേഷ്യം തോന്നുക. എൻ്റെ അരവിന്ദേട്ടൻ അയാളെ എത്രമാത്രം വിശ്വസിച്ചതാ. എന്നിട്ട് എൻ്റെ അരവിന്ദേട്ടൻ്റെ മരണത്തിന് വരെ ആ ദുഷ്ടൻ കാരണക്കാരനായല്ലോ. നിങ്ങളുടെ അച്ഛൻ ചോര നീരാക്കി ഉണ്ടാക്കിയതാ ആ തോട്ടം. ആ മനുഷ്യൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലവാ അത്. അയാളെ അനുഭവിക്കാൻ സമ്മതിക്കരുത്. എങ്ങനെയെങ്കിലും അത് നീ തിരിച്ചു മേടിക്കണം കാവേരി എന്ന് ശാരദ പറയാണ് കേട്ടോ. പക്ഷെ എങ്ങനെയാ അമ്മേ, നമ്മുടെ കയ്യിൽ ഒരു തെളിവുകളും ഇല്ലല്ലോ. ഇപ്പം നമ്മുടെ അച്ഛൻ്റെ സ്വപ്നം പോലെ ആ തോട്ടത്തിന് നടുവിൽ അയാളൊരു ഫാം ഹൗസ് പണിയാൻ പോവുക. അത് നമ്മുടെ അച്ഛൻ്റെ സ്വപ്നമായിരുന്നില്ലേ ചേച്ചി? ആ ദുഷ്ടനെ എങ്ങനെയൊക്കെ ഇങ്ങനെ സാധിക്കുന്നു? അതിൻ്റെ തറക്കല്ലിടലാ ഈ വരുന്ന ദിവസം എന്ന് പറയാൻ കേട്ടോ. ഇതോടെ കേൾക്കുമ്പം എല്ലാവർക്കും നല്ല ദേഷ്യം വരികയാണ്. യമുന പറയും, ഇതൊരിക്കലും നടക്കാൻ പാടില്ല ചേച്ചി, നമുക്കിത് മുടക്കണം. നമ്മളത്ര മണ്ടന്മാരൊന്നും അല്ലെന്ന് അയാളെ ബോധ്യപ്പെടുത്തണം. കാര്യങ്ങളൊക്കെ നമുക്കറിയാമെന്ന് അയാളുടെ അടുത്ത് പോയി തന്നെ നമ്മൾ പറയണം എന്ന് പറയണം കേട്ടോ. അപ്പം ശാരദയും പറയും, അതേ മക്കളെ, അവിടെ നിങ്ങളുടെ അച്ഛൻ്റെ സ്വപ്നം പോലെ അയാൾ അവിടെ ഒരു ഫാം ഹൗസ് ഉണ്ടാക്കാൻ പാടില്ല. നമുക്കവിടെ പോയി ബഹളം വെക്കണം. കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെന്ന് കരുതുമ്പം തന്നെ അയാളൊന്നും പതറും എന്ന് പറയണം കേട്ടോ. അങ്ങനെ ശാരദ മക്കളെയും കൂട്ടിക്കൊണ്ട് തറക്കല്ലിടലിൻ്റെ അന്ന് അവിടെ ചെന്ന് ബഹളം വെക്കുകയാണ്. എൻ്റെ അരവിന്ദേട്ടൻ്റെ ചോര നീരാക്കി പണിത ഈ തോട്ടത്തിൽ തന്നെ നിനക്കൊക്കെ ഫാം ഹൗസ് പണിയണമല്ലേടാ എന്നും ചോദിച്ച്. അത് കേൾക്കുമ്പം ജയപാലൻ അവരെ ഒരുപാട് അപമാനിച്ച് വിടാണ്. ഞാൻ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് മേടിച്ച തോട്ടം നിൻ്റെയൊക്കെ എങ്ങനെയാകുന്നത് എന്നും ചോദിച്ച് ശാരദയും മക്കളെയും അപമാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി പറയും, ഈ തോട്ടം നിങ്ങൾ എങ്ങനെയാണ് മേടിച്ചതെന്നൊക്കെ നന്നായിട്ട് അറിയാം. എൻ്റെ അച്ഛൻ ഒപ്പിട്ട് തന്ന പവർ ഓഫ് പറ്റോണിയുടെ ബലത്തിലല്ലേടോ താൻ കിടന്ന് കളിക്കുന്നത്. അതെങ്ങനെ തിരിച്ചു മേടിക്കണമെന്നും ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കി കാശ് അയച്ചു തന്ന് മേടിച്ച തോട്ടമല്ലേ ഇത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ പവർ ഓഫ് പറ്റോണിയുടെ കാര്യം കാവേരി അറിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ തന്നെ ജയപാലൻ അടിമുടി വിറക്കുകയാണ്. അപ്പം ആ തറക്കല്ലിടലിൻ്റെ അന്ന് അവിടെ രാജേശ്വരിയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന രാജേശ്വരിക്കും തൻ്റെ ഏട്ടൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അരവിന്ദേട്ടനെ പറ്റിച്ചയാൾ മേടിച്ചതാണെന്ന് ബോധ്യപ്പെടുക. ചേട്ടൻ ആ പാവ മനുഷ്യനെയും പറ്റിച്ചല്ലേ എന്ന് അവരെല്ലാം പോയി കഴിയുമ്പോൾ ചോദിക്കുക, ദേ രാജി, നീ എന്നെ ചുമ്മാ സംശയിക്കരുത്. എൻ്റെ ഏട്ടനെ എനിക്കറിയാവുന്നതുപോലെ ഈ ലോകത്ത് ആർക്കും അറിയില്ലല്ലോ. നിങ്ങൾ ഒരു നേട്ടവും ഇല്ലാതെ ആരോട് സ്നേഹം പോലും വെച്ച് നീട്ടത്തില്ലെന്നേ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അരവിന്ദേട്ടൻ്റെ പിന്നാലെ നിങ്ങൾ നടന്നതൊക്കെ അയാളുടെ കാശ് കണ്ടിട്ടാണെന്നും എനിക്കറിയാം. കാശും നഷ്ടപ്പെട്ട് ആ മനുഷ്യൻ മരിച്ചപ്പം കരികപ്പല പോലെ ആ കുടുംബത്തെ വലിച്ചെറിഞ്ഞവനല്ലേ എൻ്റെ ഏട്ടൻ. അതുകൊണ്ട് ഇതല്ല, ഇതിൻ്റെ അപ്പുറവും ചെയ്യും. പക്ഷെ ഞാനതൊന്നും മനസ്സിൽ വെക്കുന്നില്ല എന്ന് പറഞ്ഞ് രാജേശ്വരിയും അവിടെ നിന്ന് പോവാണ് കേട്ടോ. പക്ഷെ എങ്ങനെയും തെളിവുകൾ അവർക്ക് കിട്ടാതെ അത് നശിപ്പിക്കണമെന്ന് തന്നെ ജയപാലൻ തീരുമാനിക്കുകയാണ്. പക്ഷെ നമ്മുടെ കാവേരി അങ്ങനെ വെറുതെ വിടുന്നില്ല. കഷ്ടപ്പെട്ട് ജയപാലനെതിരെയുള്ള സകല തെളിവുകളും കാവേരി കണ്ടെത്തുന്നുണ്ട്. ജയപാലനെ കൊണ്ട് ആ തോട്ടം തിരിച്ചെഴുതി മേടിപ്പിക്കുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.